ഇപ്പോൾ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം. ഡോക്ടർമാർ എല്ലാവരും കൂടി സമരം ചെയ്ത നമ്മൾ എങ്ങോട്ട് പോവും? അപ്പൊ അത് ഗവൺമെന്റാണ്, ഒരു ഗവൺമെന്റ് ഉണ്ടെന്ന് തോന്നണം ജനങ്ങൾക്ക്. ഗവൺമെന്റ് മുൻകൈയെടുത്ത് അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ടും ഇവരുടെ സംഘടനാ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചത് സെറ്റിൽ ചെയ്യണം. അത് ഇപ്പോഴല്ല, നേരത്തെ ഈ സമരം പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഗവൺമെന്റ് മുൻകൈ എടുക്കണം. ഗവൺമെന്റിന് അതിനകത്ത് റോളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള റോള് ഗവൺമെന്റിനുണ്ട്. ഗവൺമെന്റ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളോട് പറയാറില്ലേ, സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. ഇപ്പൊ ഡോക്ടർമാര് സമരം നടത്തി, അവരങ്ങോട്ടും ഒരു സമരം നടത്തി ചർച്ച ചെയ്യാൻ ആളില്ല. പിന്നെ എന്തിനാ ഗവൺമെന്റ്? എന്തിനാണ് കേരളത്തിൽ എന്തിനാണ് ഗവൺമെന്റ്? ഇപ്പൊ പ്രൈവറ്റ് ആശുപത്രികളിൽ വ്യാപകമായി നഴ്സുമാര് സമരം ചെയ്യുന്നു. ഒരു സർക്കാർ വേണ്ടേ? എത്രയോ പേഷ്യൻസ് ആണ് അത് കിടക്കുന്നത്. എത്ര പേര് സീരിയസ് ആയിട്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്ന ആളുകൾ, പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ കിടക്കുന്ന ആളുകൾ, എത്രയോ ദിവസമായിട്ട് ഈ സമരത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കുന്നു. അപ്പൊ അത് സംസാരിക്കണ്ടേ? നഴ്സസിന്റെ അസോസിയേഷന്റെ പ്രതിനിധികളും പ്രൈവറ്റ് മാനേജ്മെന്റുമായിട്ട് ഞങ്ങളല്ലല്ലോ സംസാരിക്കേണ്ടത്, ഗവൺമെന്റ് സംസാരിക്കണ്ടേ, ആരോഗ്യവകുപ്പ് സംസാരിക്കണ്ടേ? സമരം ചെയ്തവരെ മാനേജ്മെന്റ് പിരിച്ചുവിട്ട സംഭവം അതെല്ലാം ചർച്ച ചെയ്ത് തീർക്കേണ്ടതാണ്. സമരം ചെയ്തതിന് പിരിച്ചുവിടാനൊന്നും പാടില്ല. സമരം ചെയ്യാനുള്ള കാര്യവും അതിന്റെ വിഷയങ്ങളും അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ഗവൺമെന്റ് അതിന്റെ അകത്ത് മീഡിയേറ്റ് ചെയ്യണം. പ്രൈവറ്റ് ആശുപത്രി മാനേജ്മെന്റും ഈ നഴ്സസ് അസോസിയേഷനുമായിട്ട് അവരുടെ സംഘടനകളുമായിട്ട് നെഗോഷിയേറ്റ്. അതിനല്ലേ സർക്കാർ. എവിടെ പോയി സർക്കാർ? അതാണ് എന്റെ ചോദ്യം. മറ്റൊരു കാര്യം, ഇവിടെ നാട്ടികയിൽ സിസി മൂന്നിനെ സ്ഥാനാർത്ഥിയാക്കാൻ യുഡിഎഫ് തീരുമാനിച്ചു. യുഡിഎഫ് സംസാരിച്ചു എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ